എങ്ങനെയുണ്ടായിരുന്നു? ആക്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രഡിക്റ്റബിൾ ആയിരുന്നു, ട്രെയിലറിൽ കണ്ടൊക്കെ തന്നെയായിരുന്നു. ബട്ട് ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് ഇത്തിരി സൂപ്പറായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ള കുഴപ്പമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ല. സൂപ്പർ. അടിപൊളി. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപി എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിനാണ് ആദ്യം സല്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ കാസ്റ്റിംഗ് നടത്തിയേക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന സിദ്ധു പനക്കൽ സാറ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു പ്രൊഡക്ഷൻ കണ്ടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളർന്നു. പിന്നീട് സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം, പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ BGM ചെയ്ത ദീപക് ദേവ് സൂപ്പറായിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ഒരു മാസ് മസാല പടം, നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് എന്ന നിലയിൽ ഈ പടം എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്നതാണ്. എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പ്രാവശ്യം കൂടി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ലതായിട്ട് വന്നേ. അടിപൊളി. ഇൻട്രോ സീനും ഫൈറ്റ് സീനും എല്ലാം തകർത്തു. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. കാണാനുള്ളതുണ്ട്. നല്ല ഉണ്ടായിരുന്നു, ഉഷാറായിരുന്നു. എല്ലാം കൊള്ളാം. എന്തോ ഉഷാറാണ്. എല്ലാം കൊണ്ടും വളരെ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു എന്താ പറയാ 3 മണിക്കൂറും കാണാനുള്ളതുണ്ട്. അതെ ഹൈ ലെവൽ, എല്ലാവരും ഹൈ ലെവൽ ക്വാളിറ്റി തന്നെ നമുക്ക് എല്ലാ രീതിയിലും ഏത് സൈഡ് എടുത്ത് നോക്കിയാലും നല്ലതാണ്. ഉണ്ട് സീൻസ് കാണുമ്പോൾ ഉണ്ട്. അടിപൊളിയായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ലാലേട്ടൻ അടിപൊളിയാണല്ലോ. സിനിമ മൊത്തത്തിൽ ലൂസിഫർ ആണോ എമ്പുരാനാണോ? അതങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും നല്ല ഡിഫറൻസ് സിനിമകളാണ്. സ്കെയിൽ ഡിഫറൻസ് ഉണ്ട്. അത് കണ്ടന്നെ തീരുമാനിക്കുന്നത് നല്ലത്. കമ്പാരിസൺ ഇല്ല. പ്രൊഡക്ഷൻ ക്വാളിറ്റി ടോപ്പ് ക്ലാസ്, വേൾഡ് ക്ലാസ്. മ്യൂസിക് എല്ലാം ഇതുവരെ കാണാതെ വരും. സസ്പെൻസ് ഒക്കെ അടിപൊളിയാണ്. എല്ലാം ഉണ്ട്, ആവശ്യത്തിലുള്ള എല്ലാ സിനിമകളും. ഇഷ്ടപ്പെട്ടോ? എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നോ? ഹൈപ്പിനനുസരിച്ചിട്ടുള്ള പടം ഉണ്ടോ? ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു മാറ്റമുണ്ട്. വളരെ സന്തോഷമായിട്ട്. നല്ല മൂവിയാണ്. പിന്നെ ഇവിടെ ഈ എറണാകുളം ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഈ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസും കൂടെ കിട്ടുമ്പം അതിൻ്റെ സുഖം വേറെ തന്നെയാണ്. നമ്മൾ വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വടുവഞ്ചാലാണ് നമ്മുടെ മെഡിറ്റേഷൻ സെൻ്ററൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടൊരു ഹാപ്പിനെസ് പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, എറണാകുളത്ത് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. സന്തോഷം.